സുഹൃത്തുക്കളെ, പുള്ള് വഴിക്ക് ഞാനൊരു എഡിറ്റിംഗ് ആയിട്ട് പെരിങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളെത്തിയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രചോദനം തോന്നിയപ്പോ കുറച്ച് വരികൾ പഠനം തോന്നി. 10 വർഷത്തിനകം LDF, അതാണ് ഇതിന്റെ പേര്. 10 വർഷത്തിനകം അതിജീവനത്തിൻ പൊതുവ്യാകരണങ്ങൾ നടപ്പാക്കിയ, 10 വർഷത്തിനകം അതിജീവനത്തിൻ പുതുനാമ്പുകൾ മുളപൊട്ടിയ, 10 വർഷത്തിനകം LDF എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കവിത. 10 വർഷത്തിനുള്ളിൽ LDF എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ കവിത. 10 വർഷത്തിനകം നമ്മൾ അതിജീവിച്ചത് നിപ്പയെ, ഓക്കിയെ, പ്രളയത്തെ, മഹാമാരിയെ, ചേർത്തു പിടിച്ചത് ലക്ഷങ്ങളെ. അന്നം മുട്ടിയില്ല, ആഹാരം മുട്ടിയില്ല, അന്നം മുട്ടിയില്ല, വസ്ത്രം, പാർപ്പിടം, സുരക്ഷിതത്വം ആർക്കും ചോർന്നു പോയില്ല. 10 വർഷത്തിനകം അതിജീവനത്തിന്റെ മാതൃകയായി കേരളം മാറ്റിയത് LDF. മറക്കരുത് കൂട്ടരെ. 10 വർഷത്തിനകം ദുരിതം മാത്രം ഉള്ള ചേരികളിൽ അന്നം വിതച്ചതും പൊതിച്ചോർ വിതച്ചതും, ആശുപത്രികളിൽ പൊതിച്ചോർ വിതരണവും രക്തദാനവും പൊതിച്ചോറും വിതരണം ചെയ്ത DYFI സുഹൃത്തുക്കളെ മറക്കരുതേ കൂട്ടരെ. 10 വർഷത്തിനകം ചിതല് പിടിച്ച ഗവൺമെന്റ് സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ, ചിതല് പിടിച്ച സർക്കാർ സ്കൂളുകൾ പുതുക്കിപ്പണത് ലോകോത്തര മാതൃകയിൽ ഹൈടെക് മാറ്റിയതും ഇതേ ഇടതുപക്ഷം. 10 വർഷത്തിനുള്ളിൽ വിജയ ശതമാനം 100-നൊപ്പം എത്തിക്കുന്നതും 100 മേനി കൊയ്യുന്നതും ഇതേ ഗവൺമെന്റ് സ്കൂൾ, സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്ന്. 10 വർഷത്തിനകം മുട്ടയും പഴുതാരയും മരിച്ചിരുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നവീകരിച്ചതും ഇതേ ഇടതുപക്ഷം. 10 വർഷത്തിനകം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ഹൈടെക് ലെവലാക്കി മാറ്റിയതും പനിയും ചുമയും പിടിച്ച് ആരും മരിക്കില്ല എന്നുറപ്പുവരുത്തിയതും ഇതേ ഇടതുപക്ഷം. 10 വർഷത്തിനകം പ്രൈവറ്റ് ആശുപത്രികളിൽ ലക്ഷങ്ങൾ മുടക്കിയവർക്ക് 100-100 രൂപ കൊണ്ട് ഒരു ചികിത്സ സാധ്യമാക്കിയത് ഈ പ്രാഥമിക കേന്ദ്രത്തിലെന്ന് മറക്കരുതേ കൂട്ടരെ. LDFന്റെ ഉദാത്ത മാതൃക എന്നത് മറക്കരുതേ കൂട്ടരെ. 10 വർഷത്തിനകം തകർന്ന റോഡുകളെല്ലാം, പ്രളയത്തിൽ തകർന്ന റോഡുകളെല്ലാം പുതുക്കി പണിത് ടൂറിസത്തിന്റെ മാസ്മരികത സൃഷ്ടിച്ച്, കാന്തവലയം സൃഷ്ടിച്ച് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിച്ചതും ഇതേ 10 വർഷം LDF ഭരണത്തിന്റെ ഉദാത്ത മാതൃക. പിന്നെ എന്താണ് വലതുപക്ഷം പറയുന്നത്? ഇവിടെയൊന്നും നടന്നില്ലെന്നോ? 2016 മുൻപ് നടന്നതിന്റെ 10 ഇരട്ടി വേഗതയിലാണ് ഇവിടെ മാറ്റം സംഭവിക്കുന്നത്. ഈ മാറ്റത്തെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ യുക്തിയിൽ ഈ മാറ്റവും ഒരു വിപ്ലവമാണ്, സാമൂഹ്യ വിപ്ലവമാണ്. സാമ്പത്തികമായ തലങ്ങളിലും ഭൗതിക തലങ്ങളിലുമുള്ള വിപ്ലവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഹരിതസേന നാട്ടിലിറങ്ങുന്നു, പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുന്നു. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വൻ ഭീഷണിയെ അതിജീവിക്കുന്നതിന്റെ മാർഗരേഖ ഈ ഹരിത കർമ്മസേന നടപ്പാക്കി തരുന്നു. റോഡുകൾ വൃത്തിയാക്കപ്പെടുന്നു. പൊന്തക്കാടുകളിൽ അണലികൾ ഇന്ന് കൂടുകൂട്ടുന്നില്ല. വഴിയോരങ്ങളിലെ പൊന്തക്കാടുകൾ മാറ്റി അവിടെയുള്ള പച്ച പിടിപ്പിക്കുന്ന തണലേകുന്ന തണൽ വൃക്ഷങ്ങൾ നൽകുന്നതും ഇതേ ഇടതുപക്ഷം മാതൃകയാണ്, ലോകമാതൃകയാണ്. പട്ടിണിപ്പാവങ്ങൾ ഇല്ലാത്ത ഒരു കേരളത്തെ സൃഷ്ടിക്കും. ഇനി പട്ടിണിപ്പാവങ്ങൾ എന്ന് പറയുന്ന വാക്കില്ല എന്ന് പറയുമ്പോൾ കവികളായ നമ്മൾ വിഷമിക്കേണ്ടതില്ല. കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലെ ദുരിതങ്ങളെല്ലാം എഴുതാനുള്ള ഒരുപാട് സാധ്യതകളാണ് ഇനി വരുന്നത്. വളരെ കുറച്ചല്ലേ നമ്മൾ ഇതുവരെ എഴുതിയുള്ളൂ.
പക്ഷെ ഇനിയും കൂടുതൽ എഴുതാം. യുദ്ധവെറിക്കെതിരെ എഴുതാം. സാക്ഷരത നിഷേധിക്കപ്പെടുന്ന അന്യസംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ എഴുതാം. അവിടുത്തെ ദുരിതപൂർണമായ ആശുപത്രികൾക്കെതിരെ എഴുതാം. വർഗീയ കലാപത്തിനെതിരെ എഴുതാം. ബീഫ് തിന്നുന്നവരെ തല്ലിക്കൊല്ലുന്ന, കെട്ടിത്തൂക്കുന്ന ആ ഒരു ക്രിമിനൽ സംസ്കാരത്തിനെതിരെ എഴുതാം. വിഷമിച്ചിട്ട് കാര്യമില്ല. കേരളത്തിൽ അത്തരം കവിതകൾക്ക് കേരളത്തിന്റെ ദുരിതം എന്നുള്ള രീതിയിൽ ഇനി സാധ്യത കുറയുന്ന കാലമല്ലേ. പക്ഷെ കേരളത്തിന് പുറത്ത് ഇപ്പോൾ നടക്കുന്ന യുദ്ധവെറിയുടേതായിട്ടുള്ള ഭീകരതകളും അഗ്നിയും വർഷവും നടക്കുന്നിടത്ത് ഈ യുദ്ധത്തിന്റെ 3 ചെന്നായ്ക്കൾ എന്ന് പറയുന്ന ഷേക്സ്പിയർ പറഞ്ഞ 3 dogs of war, ഫയർ, ഫാമിൻ ആൻഡ് ഫിയർ എന്ന് പറയുന്ന 3 യുദ്ധത്തിന്റെ ചെന്നായ്ക്കളെ കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന അമേരിക്കൻ നയത്തിനെതിരെ, ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ, അമേരിക്കൻ ഇമ്പീരിയലിസത്തിനെതിരെ, പുത്തൻ സാമ്രാജ്യത്തിനെതിരെ എഴുതാം. നിങ്ങൾക്ക് ധീരതയുണ്ടെങ്കിൽ തൂലിക ചലിപ്പിക്കാം. പക്ഷെ കേരളത്തിൽ ഇതൊന്നും വെച്ച് ഒരു വരി പോലും എഴുതാൻ സാധിക്കില്ല. കാരണം കേരളത്തിന്റെ ഒരു മാതൃക മറ്റൊന്നാണ്, വികസന മാതൃകയാണ്. 10 വർഷത്തിനകം നമ്മൾ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്നതിലേക്ക് ഒരു ജനതയെ നയിക്കപ്പെടണം എന്നുള്ളതാണ്. വിശ്വാസത്തിന് കോട്ടമില്ല. വിശ്വാസികൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. യുക്തിവാദികൾക്ക് യുക്തിവാദം പറയാം, നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദം പറയാം. ദാറ്റ് ഈസ് എ സെക്യുലർ ഡെമോക്രാറ്റിക് കേരളം എന്ന് പ്രത്യേകം പറയേണ്ടി വരും. ആ സംരക്ഷണം തരുന്നൊരു ഗവൺമെന്റിന് 5 വർഷം കൂടി കൊടുക്കുമോ? ഇതിന്റെ 10 ഇരട്ടി മാറ്റിൽ ഇതെല്ലാം മുന്നോട്ട് എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വികസിക്കും. ഈ പുള്ളുപാടത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ പെട്ടെന്ന് വന്ന കുറച്ച് വരികളാണ്. ആവർത്തനമുണ്ട്, തെറ്റുണ്ട്, ശരിയാണ്. പക്ഷെ പറയാനുള്ളത് ഇങ്ങനെയൊക്കെ പറയുക എന്നുള്ളതും കൂടിയാണ്. കവി എന്ന നിലയിൽ ഇതിന് പാടുന്നതിനും പറയുന്നതിനും താളബോധവും വൃത്തം ഭംഗിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ കവിത പോലെ പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഗദ്യകവിത പോലെ പറയേണ്ടി വരുന്നു. 10 വർഷം കൂടി ഇനിയും മുന്നോട്ട് പോകുമ്പോൾ 5 വർഷം ആദ്യം, പിന്നൊരു 5 വർഷം അങ്ങനെ കൊടുത്തു നോക്ക്. പഴമക്കാർ പറയും 2 ഒത്താൽ 3 ഒക്കണമെന്ന്. അത് നെഗറ്റീവ് സെൻസിലാണെങ്കിൽ ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ട് പറയൂ, 2 ഒത്താൽ 3 ഒക്കണ്ടേ. ഒരു 5 വർഷം കൂടി കൊടുത്തു നോക്ക്. LDF ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പണ്ട് ഓഷോ പറഞ്ഞ പോലെ, നിങ്ങൾ ഈ യുദ്ധവെറിക്കായി ഉപയോഗിക്കുന്ന കോടികൾ എനിക്ക് തരൂ, ഞാൻ ലോകത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റാം എന്ന് ഓഷോ രജനീഷ് അമേരിക്കയിലിരുന്ന് പറഞ്ഞു. അമേരിക്കൻ ജയിലിൽ അദ്ദേഹത്തെ അടച്ചു, താലിയം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. ഞാനിവിടെ കേരളത്തിലിരുന്ന് പറയുന്നു, ഒരു 5 വർഷം കൂടി നിങ്ങൾ കേരളത്തിന്റെ LDFന് അധികാര തുടർച്ച കൊടുക്കൂ. ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഇനിയും നവീകരിക്കപ്പെടേണ്ട സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നവീകരിക്കപ്പെടും. ലോകം ഏറ്റെടുത്ത് പറയുന്ന രീതിയിലേക്ക് വരും. നമുക്ക് കേരളത്തിൽ പോകാം. നമുക്ക് സൗദി അറേബ്യ ഈ പറഞ്ഞ യുദ്ധഭൂമിയായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നമുക്ക് കേരളത്തിലേക്ക് പോകാം. കേരളം എന്നൊരു നാടുണ്ടെങ്കിൽ, പണ്ട് കാശ്മീരിനെ കുറിച്ച് പറയും, if there is a paradise, that is here. അതിവിടെയാണ് എന്ന് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ചോരയും വിയർപ്പും ചലവും ശവവും ഒഴുകുന്ന രീതിയിൽ കാശ്മീർ നരകതുല്യമായി മാറി. പക്ഷെ നമ്മൾ പറയുന്നു, വർഗീയ കലാപമില്ലാത്ത കേരളത്തിലേക്ക് വരൂ. If there is a paradise in the world, that is here in this God's own country, Kerala. Because ഞാൻ എന്റെ കവിതയുടെ രീതി മാറ്റുകയാണ്, ഇംഗ്ലീഷ് അധ്യാപകർ. Because from 2016 LTF changed it into a paradise within 10 years. Just give them 5 years more, then just assess my words. If there is a paradise, it is here in this God's own country. Chako D. Andikash. 10 വർഷത്തിനുള്ളിൽ സംഭവിച്ചത് നാടകക്കാർ മറക്കാതിരിക്കുക. 2 ലക്ഷം വീതം അമേച്ചർ 45 സമിതികൾക്ക്, 4 ലക്ഷം വീതം 50 പ്രൊഫഷണൽ സമിതികൾക്ക്, 101 കേരള ഗാനങ്ങൾക്കായി 15,000 വീതം 101 പേർക്ക്,
ഏത് ഗവൺമെന്റാണ് ചരിത്രത്തിൽ മലയാള ഭരണത്തിന്റെ, കേരള ഭരണത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ നൽകിയത്? ഏത് ഗവൺമെന്റാണ് 10 വർഷത്തിനുള്ളിൽ കൊറോണ അതിജീവനത്തിന്റെ ഭാഗമായി ഇത്രയും ലക്ഷങ്ങൾ നാടകക്കാർക്ക്, പ്രൊഫഷണൽ അമേച്ചർ നാടകക്കാർക്ക് ലഭിച്ചത്? മറന്നു കളയരുതേ കലാസുഹൃത്തുക്കളെ, സംഗീതജ്ഞരെ. ഇങ്ങനെ എത്രയോ ഫോക്ലോർ, എത്രയോ പിന്നെ ഫിലിം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ സിനിമയുടെ ലോകം എടുക്കൂ. സിനിമയുടെ ലോകത്ത് സ്ത്രീകൾക്ക് മാത്രമായി 1.5 കോടി രൂപ വെച്ച് 2 പേർക്ക് ഒരു വർഷം, SC/ST 1.5 കോടി വെച്ച് 2 പേർക്ക്. ഇനി വീണ്ടും ആദിവാസി മേഖലയിൽ നിന്നും ഒരു പ്രൊഡക്ഷൻ വരാനായിട്ട് ഒരു 2 കോടി അനുവദിക്കുന്ന ഒരവസ്ഥയിലേക്കും കൂടി LDF വികസിച്ചേക്കും. 10 വർഷം കൂടി എന്ന് പറയുമ്പോൾ, 10 വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഇത്രയും നമ്മൾ മറക്കാതിരിക്കണം, ഓരോന്നും മറക്കാതിരിക്കണം. സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളതാണ്. മതേതരത്വം കേരളത്തിൽ മാത്രമുള്ളതാണെന്ന് പറയേണ്ടി വരും. ഹിന്ദു മുസ്ലിം ഐക്യം, എല്ലാ ഉത്സവങ്ങളും ഒരുമിച്ച്, ആഹാരവും ആഘോഷവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ പ്രത്യേകതയാണ്, മറക്കരുത്. ഓക്സിജൻ പോലെ, പ്രാണവായു പോലെ മതേതരത്വം സംരക്ഷിക്കുന്ന കേരളമാണ്. ഇവിടെ വാമനന്മാർ വരും, മാവേലിമാരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കും. ബിവെയർ ഓഫ് ഇറ്റ്, കരുതിയിരിക്കുക. വാമനന്മാർ പല വേഷത്തിൽ വരും. മാവേലിമാരെ ചവിട്ടി താത്താനായിട്ട് വാമനന്മാർ പല വേഷത്തിൽ വരും, കരുതിയിരിക്കുക. 3-ാം കണ്ണുകൊണ്ടെല്ലാം കാണുക. മുൻപിലുള്ളത് മറക്കാതിരിക്കുക. ആകാശത്തുള്ളതല്ല, മുൻപിലുള്ളത്, മണ്ണിലുള്ളത് ആദ്യം അനുഭവിക്കുക. വിണ്ണിലുള്ളത് പിന്നെ ചിന്തിക്കാം. മണ്ണിൽ അനുഭവിച്ചത് എന്താണ്? നിങ്ങൾക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10+5 ഫോർ LDF. അതാണ് ഈ സ്നാപ്പിന്റെ ടൈറ്റിൽ എന്ന് ഒന്നുകൂടി പറയാണ്. 10+5 ഫോർ LDF. ഓക്കെ, ചക്കോടി എന്തിക്കാർ.